ഇത് ഈ ഐറ്റം എത്ര പേർക്കറിയാം? പലർക്കും അറിയാത്ത എന്നാൽ പല ആൾക്കാരുടെയും നൊസ്റ്റാൾജിക് ഫീലായിട്ടുള്ള ഒരു സംഭവം വെച്ചിട്ടാണ് ഇന്നത്തെ വിഭവം തയ്യാറാക്കുന്ന കാര്യം അവിടെ നിൽക്കട്ടെ. അതിനുമുമ്പ് ഇതിൽ ചേർത്തിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കുറച്ച് നാളികേരം, അതിലോട്ട് കുറച്ച് ചുവന്ന മുളകും പിന്നെ കുറച്ച് കുരുമുളകും എടുത്തിട്ടുണ്ട്. എരിവിന് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കാം. പിന്നെ വളരെ കുറച്ച് സവാളയോ അല്ലെങ്കിൽ ചെറിയ ഉള്ളിയോ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ചതച്ചെടുത്ത് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ടാണ് നമ്മുടെ മെയിൻ താരം വന്നിട്ടുള്ളത്. ഇതാണ് കാച്ചിൽ. ചില സ്ഥലത്ത് ഇതിനെ കാവത്തെന്ന് പറയും, പല സ്ഥലത്തും പല പേരാണ്. അപ്പോൾ എനിക്ക് ഈ 2 പേരേ അറിയുള്ളൂ. അപ്പോൾ ആ ഒരു പേരിലുള്ള സംഭവം ഉണ്ടല്ലോ, നമ്മുടെ അറിയാമല്ലോ എല്ലാവർക്കും, ഈ ഒരു കിഴങ്ങ് വളരെ ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റിയാണ്. വെറുതെ ഇതിങ്ങനെ പുഴുങ്ങി കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. വെറുതെ ഉപ്പിട്ടിട്ട് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഇതിൽ വെറുതെ ഇങ്ങനെ തേങ്ങ ചിരകിയിട്ടിട്ട് കഴിക്കാറുണ്ട്. അങ്ങനെ എങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റും, എങ്ങനെ കഴിച്ചാലും ഇത് ഹെൽത്തിയാണ്, അത്രയും മാത്രമേ പറയാനുള്ളൂ. അതിലാണ് ഇന്ന് കുരുമുളക് ചേർത്തിട്ടുള്ള ഈ ഒരു അത് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം എന്ത് ചെയ്തെന്നറിയോ, 4ആയിട്ട് മുറിച്ചിട്ട് കുക്കറിലൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ വേവിക്കുമ്പോൾ ഒരു ഗുണം, നമുക്ക് ആ ഒരു തോല് വേഗം നമുക്ക് കളയാൻ പറ്റും. ഒരുപാട് മണ്ണുണ്ടാവും. അപ്പോൾ ആ മണ്ണൊക്കെ കളഞ്ഞ് തോല് നന്നായിട്ട് ക്ലീൻ ചെയ്ത് റെഡിയാക്കി സെറ്റാക്കി ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുക. കട്ട് ചെയ്ത് കഴിഞ്ഞാലും കഴുകണം, മണ്ണുണ്ടാവും. അപ്പോൾ 2-3 വട്ടം കഴിയുമ്പോഴേക്കും ആ മണ്ണൊക്കെ കറക്റ്റായിട്ട് പോകുന്നത്. അപ്പോൾ പക്ഷെ നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. പല ആൾക്കാരും പണ്ട് കാലത്തൊക്കെ നാട്ടിലൊക്കെ കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും കഴിക്കാറില്ല, മീൻസ് എപ്പോഴും നമ്മുടെ വീടിൻ്റെ പറമ്പിലൊക്കെ ഉണ്ടാകുന്നൊരു സാധനമാണിത്. അപ്പോൾ ഇത് വൈകിട്ട് പുഴുങ്ങിയിട്ട് ചായയുടെ ഒപ്പം ഈ കാച്ചിൽ പുഴുങ്ങിയത് കഴിക്കാറുണ്ടെന്നും അതുപോലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ചിട്ടുണ്ടെന്നും ഒക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ സംഭവം അധികമൊന്നും കിട്ടാറില്ല. ബാംഗ്ലൂർ ഇത് ഇങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്തുനിന്ന് കിട്ടിയതാണ്. നല്ല വിലയുണ്ട് കേട്ടോ. നാട്ടിൽ ആർക്കും വേണ്ടാന്ന് പറഞ്ഞു കിടക്കുന്ന പല സാധനങ്ങളും നമ്മൾ ഇതുപോലെ വേറെ നാട്ടിൽ വരുമ്പോഴായിരിക്കും മനസ്സിലാവുന്നത്. നല്ല വിലയുണ്ട്. അപ്പോൾ കണ്ടപ്പോൾ എന്തായാലും കഴിക്കണം എന്ന് തോന്നി, അങ്ങനെ മേടിച്ചാണ്. അങ്ങനെ പെട്ടെന്ന് ഇത് കുക്കറിലൊന്ന് വേവിച്ചെടുത്ത് തോല് കളഞ്ഞതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊന്നുകൂടെ കഴുകണം കേട്ടോ. കാര്യം ഇതിന് ചെറിയൊരു ഇങ്ങനെ എന്താ പറയുക, ഒരു വഴുവഴുപ്പ് പോലത്തെ ഒരു ഇതാണ് ഇതിൻ്റെ ഒരു ടെക്സ്ചർ. അപ്പോൾ ഇത് നമ്മൾ വേവിച്ചത് കൊണ്ടാണ്, കുക്കറിൽ വേവിച്ചത് കൊണ്ടാണ് ഇതിന് ആ ഒരു വഴുവഴുപ്പ് പോലെ വന്നിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നുകൂടെ കഴുകുന്നത്. പിന്നെ അത് മാത്രമല്ല, ചിലപ്പോൾ മണ്ണ് കുറച്ചുണ്ടാവും. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് പോട്ടെ എന്ന രീതിയിൽ ഒന്നുകൂടെ കഴുകി ക്ലീൻ ചെയ്ത് റെഡിയാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാച്ചിൽ പല വിധത്തിലുണ്ട് കേട്ടോ. നല്ല വെള്ള കളറിലുണ്ട്, നല്ല വയലറ്റ് കളറിലുണ്ട്. ഇത് വെള്ളയും അല്ല വയലറ്റും അല്ലാത്ത വേറെ ഏതാണ്ടൊരു കളറാണ്. പക്ഷേ സംഭവം അടിപൊളി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്കൊരു ചട്ടി വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലോട്ട് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഇങ്ങനെ ചടപടവൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ അതിലോട്ട് നമുക്ക് ചുവന്ന മുളകും കറിവേപ്പിലയും ചേർത്ത്, അതിന് പ്രത്യേകം കാണിക്കണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ചേർത്ത് പൊട്ടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ തേങ്ങയും കുരുമുളകും ചെറിയ ഉള്ളിയും പിന്നെ എന്താ പറയുക നമ്മുടെ ചുവന്ന മുളകും ഒക്കെ കൂടെ ചേർത്തിട്ടുള്ള ആ ഒരു മിക്സ്, ആ തേങ്ങയുടെ ആ ഒരു ചതച്ച മിക്സ് ആദ്യം ചേർത്തിട്ട് ഈ വെളിച്ചെണ്ണയിൽ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം വേണം നമ്മുടെ ഈ ഒരു കാച്ചിൽ ചേർത്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാദ്യം മൂത്ത് വരുമ്പോൾ തന്നെ നല്ല മണമാണ്. എന്താണെന്നറിയോ, കുരുമുളകിൻ്റെ ഒരു ഫ്ലേവറാണ് ഇതിൽ കൂടുതലായിട്ട് വരുന്നത്. ചുവന്ന മുളക് 4-5 ഇട്ടിട്ടുള്ളൂ. അപ്പോൾ കൂടുതൽ ആ ഒരു കുരുമുളകിൻ്റെ ഫ്ലേവർ കുറച്ച് അധികം ഇങ്ങനെ വരാറുണ്ട് ഈ ഒരു ഇങ്ങനെ നമ്മളിങ്ങനെ ചൂടാക്കുമ്പോൾ. അപ്പോൾ ഈ തേങ്ങ ഒന്ന് ചൂടായി കുറച്ചൊന്ന് നല്ലൊരു ഡ്രൈ ആയി തുടങ്ങുമ്പോൾ നമ്മുടെ കാച്ചിൽ നന്നായി വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ പ്രസ്സായി പോകട്ടെ, അതാണ് പാകം. അപ്പോൾ ആ പാകത്തിനാക്കി വെച്ചിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അല്ലാതെ വെള്ളത്തിൽ വേവിച്ചാലും മതി. അപ്പോൾ കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടി. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് കുറച്ച് നേരം കഴിയുമ്പോൾ എന്താ പറയുക, ഇതെല്ലാം മിക്സായി കഴിയുമ്പോൾ വെറുതെ ഇതൊന്ന് ഉടച്ചു കൂടെ കൊടുക്കുക കേട്ടോ. ഉടയ്ക്കാൻ നല്ലതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഇതിനെ തന്നെ ഒന്ന്, ഇപ്പോൾ ഈ ഇരിക്കുന്ന പീസിനെ ഒരു ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ എന്താവും, ഒരു കഷ്ണം കൂടെ ആവും. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ മിക്സ് ചെയ്യുന്നത് എന്താണെന്ന് അറിയാം, ചിലപ്പോൾ ഇതിങ്ങനെ പൊട്ടി വന്നില്ലെങ്കിൽ പോലും ഈ മസാലയൊക്കെ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ വന്നിട്ടുണ്ട്, ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഞാൻ വെറുതെ പുഴുങ്ങിയിട്ടും കഴിച്ചിട്ടുണ്ട്, അല്ലാതെയും കഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെ ആക്കിയിട്ട് ഒരു തവണ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. ഇപ്പോഴല്ല, കുറേ നാൾ മുമ്പ് എനിക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അത് കാരണമാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഇതിൽ കുരുമുളകിൻ്റെ ഫ്ലേവർ തന്നെ മുന്നിട്ട് നിൽക്കണം. അപ്പോൾ അങ്ങനെ കുരുമുളക് ഇട്ടെടുത്ത ഒരു കാച്ചിലാണ്. ഇനി ഇതിങ്ങനെ കുറച്ചെടുത്തിട്ട് നല്ല ചൂട് ചോറിൽ അങ്ങോട്ട് കുഴച്ച് കഴിക്കാം. നല്ല കിടിലൻ റെസിപ്പിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം.